ലോകം ടെക്നോളജിയുടെ കാര്യത്തിൽ വളരുന്നതുപോലെ തന്നെ ഇവയുപയോഗിച്ച് പല രാജ്യങ്ങളും തങ്ങളുടെ കാർഷിക മേഖലകളും വളർത്തുന്നുണ്ട്. അത്തരത്തിൽ മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ച് നടത്തുന്ന ചില ഫാമുകളും മോഡേൺ മെത്തേഡുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മറൈൻ ഫിഷ് ഫാമിംഗ് ടെക്നോളജിയാണ് ചൈന ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളിലെ കടലിൽ അവിശ്വസനീയമായ ഒരു മത്സ്യലോകം തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കടലിന് നടുവിൽ ചൈന വമ്പൻ ഓഫ്ഷോർ ഫിഷ് ഫാമിംഗ് സ്ട്രക്ചറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ വർഷവും അവർ വലിയ വരുമാനമാണ് ഉണ്ടാക്കുന്നത്. ആഴക്കടലിൽ നൂറുകണക്കിന് കൂറ്റൻ കേജുകളും പ്ലാറ്റ്ഫോമുകളും വിന്യസിച്ചിട്ടുണ്ട്. ഈ അത്യാധുനിക സൗകര്യങ്ങൾക്കുള്ളിൽ പലതരം മത്സ്യങ്ങളെ വൻതോതിൽ വളർത്തുന്നു. ചൈന നിർമ്മിച്ച ഇത്തരമൊരു പ്ലാറ്റ്ഫോമിന്റെ വലിപ്പം പറഞ്ഞാൽ ഒന്നിലധികം ഫുട്ബോൾ മൈതാനങ്ങൾ ചേർത്തുവെച്ച അത്രയും വരും. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ ഡീപ് ബ്ലൂ 1 എന്ന കേജിൽ നിന്ന് മാത്രം വർഷം 1500 ടൺ മത്സ്യം കിട്ടുന്നുണ്ട്. വലിയ വെസലുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് വർഷം 3700 ടണ്ണിലധികം വരും. പഴയ രീതികളേക്കാൾ എത്രയോ മുകളിലാണിത്. ഈ വലിയ പ്രോജക്റ്റിനെ ഡീപ് സീ അക്വാകൾച്ചർ എന്നാണ് വിളിക്കുന്നത്. പ്രത്യേക തരം വലകളും സ്റ്റീലുമൊക്കെ ഉപയോഗിച്ചാണ് ചൈന ഈ സ്ട്രക്ചറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ വിലകൂടിയ മത്സ്യങ്ങൾ സുരക്ഷിതമായി വളരുന്നു. ഇതിലൊക്കെ ഹൈടെക് സെൻസറുകളും അണ്ടർ വാട്ടർ ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട്. തീറ്റ നൽകാൻ ഓട്ടോമേറ്റഡ് മെഷീനുകളുണ്ട്. അതുകൊണ്ട് തീറ്റ ഒട്ടും പാഴാകില്ല. വെള്ളത്തിലെ ഓക്സിജൻ കൃത്യമായി നിലനിർത്താൻ അഡ്വാൻസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് മത്സ്യങ്ങൾ എപ്പോഴും ആരോഗ്യത്തോടെ വളരും. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കരയിലിരുന്ന് മൊബൈലോ കമ്പ്യൂട്ടറോ വഴി ഇതിന്റെ നിയന്ത്രണം നടത്താം എന്നതാണ്. വെള്ളത്തിന്റെ ചൂട്, ഓക്സിജൻ, മത്സ്യങ്ങളുടെ ആരോഗ്യം ഇതൊക്കെ സെൻസറുകൾ വഴി അപ്പോൾ തന്നെ അറിയാൻ പറ്റും. ചൈനയുടെ ഈ കൃഷിരീതി ആധുനിക ടെക്നോളജിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. താറാവ് വളർത്തലിലും ചൈനയാണ് ലോകത്തൊന്നാമൻ. ലോകത്തെ മൊത്തം താറാവിറച്ചി ഉൽപ്പാദനത്തിന്റെ 70% നടക്കുന്നത് ചൈനയിലാണ്. ആ ഒന്നാം സ്ഥാനം ചൈന ഉറപ്പിച്ചു കഴിഞ്ഞു. ചെറി വാലി എന്ന ഇനം താറാവുകളെയാണ് അവർ പ്രധാനമായും വളർത്തുന്നത്. ഇതിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഹാച്ചറി അടുത്തിടെ ഷാൻഡോങ്ങിൽ അവർ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താറാവ് വളർത്തൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ദശലക്ഷക്കണക്കിന് താറാവുകളെയാണ് ഓരോ വർഷവും ചൈന വളർത്തുന്നത്. അതുപോലെ തന്നെ വൻതോതിൽ താറാവ് മുട്ടകളും അവർ ഉൽപ്പാദിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ പ്രായമായ മുട്ടയിടാൻ കഴിയാത്ത താറാവുകളെ ഇറച്ചിക്കായി മാറ്റും. ഇവയെ കൊന്നതിനു ശേഷം ഇറച്ചി ഉണക്കിയും മസാല ചേർത്തും പ്രത്യേക രീതിയിൽ തയ്യാറാക്കും. ഇത് വറുത്തെടുത്താൽ നല്ല ക്രിസ്പിയായിരിക്കും. ചൈനീസ് നഗരങ്ങളിൽ ഇതൊരു സൂപ്പർ സ്നാക്കാണ്. അടുത്തതായി, നിങ്ങൾ ഇത്രയധികം പശുക്കളെ ഒരിടത്ത് മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്നത്തെ കാലത്തെ അഗ്രികൾച്ചറൽ വിപ്ലവം ഇത് സാധ്യമാക്കിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് പശുക്കളാണ് വിശാലമായ പുൽമേടുകളിൽ നടക്കുന്നത്. അർജന്റീന, ബ്രസീൽ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ പശുക്കളെ വളർത്തുന്നത്. കൃത്യമായ സയൻസും ടെക്നോളജിയുമാണ് ഇതിനു പിന്നിൽ. ബ്രസീലിന്റെ കാര്യം നോക്കൂ. ബീഫ് കയറ്റുമതിയിൽ ലോകത്തെ തന്നെ മുൻനിരക്കാരാണ് ബ്രസീൽ. ബ്രസീലിലെ പശുഫാമുകൾക്ക് നല്ല വലിപ്പമുണ്ടാകും. ഫസൻഡ റോൺഗഡോർ എന്ന ഫാം തന്നെ നോക്കിയാൽ 1,50,000 ഹെക്ടർ വിസ്തീർണമുണ്ട്. ഇവിടെ പശുക്കളെ അടച്ചിടാതെ തുറസായ സ്ഥലത്ത് വിടുകയാണ് ചെയ്യുന്നത്. അവ ഇഷ്ടം പോലെ നടന്ന് പുല്ല് തിന്ന് വളരും. ഇത്രയും വലിയ സ്ഥലത്ത് എങ്ങനെയാണ് പശുക്കളെ നോക്കുന്നത് എന്നല്ലേ? പല പശുക്കളുടെയും ചെവിയിൽ GPS ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് പശു എവിടെയാണെന്നും അതിനെന്തെങ്കിലും അസുഖമുണ്ടോ എന്നും പറഞ്ഞു തരും. അസുഖമുണ്ടെന്ന് കണ്ടാൽ ഉടൻ ഒരു ഡ്രോൺ പറന്നു വന്ന് ആ പശുവിനെ കണ്ടെത്തും. അങ്ങനെ കൃത്യമായ ചികിത്സയും നൽകും. ബ്രസീലിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പശുക്കൾ അവിടെയുണ്ട്. ഏകദേശം 238 മില്യൺ. എന്തിനാണ് ബ്രസീൽ ഇത്രയധികം പശുക്കളെ വളർത്തുന്നത്? കാരണം ലോകത്തെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി രാജ്യമാണ് ബ്രസീൽ. ഇതിലൂടെ അവർ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നുണ്ട്. ഉൽപാദനക്ഷമത കുറഞ്ഞ പശുക്കളെ ഇറച്ചിക്കായി മാറ്റും. ചുരുക്കത്തിൽ ഈ ഫാമുകളിൽ നിന്ന് വലിയൊരു തുക ബ്രസീൽ ഓരോ വർഷവും ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ വലിയ ഫാമുകൾ വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.